ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വീട്ടിൽ കോഴിമുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വന്നാലോ. ഒരു ബൗൾ എടുത്തിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ഒരു 5 കോഴിമുട്ട ഒഴിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 5 ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. 5 മുട്ട ഉടച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് കോഴിമുട്ടൊക്കെ പൊരിക്കില്ലേ, അത് അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു ഫ്രൈ പാൻ വെക്കാം. ഫ്രൈ പാൻ വെച്ചിട്ട് ആ ഫ്രൈ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ആ ബട്ടർ ഒന്ന് നല്ലോണം മെൽറ്റായി വരുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എഗ്ഗ് ചേർത്ത് കൊടുത്തതിന് അപ്പം തന്നെ ഇളക്കരുത്. ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ നല്ലോണം അങ്ങനെ ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കരുത്. വലിയ പീസുകളാക്കിയിട്ട് വേണം സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിതിൽ കാണിക്കുന്ന പോലെ കാണിച്ചാൽ മതി. ഒരിത്തിരി വലിയ വലിയ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തിട്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ എഗ്ഗ് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മളെ എഗ്ഗൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഈ സെയിം ഫ്രൈ പാൻ തന്നെ വെച്ചുകൊടുക്കാം. ഈ സെയിം ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ നമുക്ക് വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചെറുതാക്കി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ആ വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം, ഒന്ന് മൊരിഞ്ഞ് വരണം. ആ സമയത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ബട്ടർ ഒരു ഇത്തിരി കുറഞ്ഞു പോയി. ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തോട്ടാ. എന്നിട്ട് നമുക്കതിലേക്ക് ഇനിയിപ്പോൾ മൈദപ്പൊടിയാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് ആ മൈദപ്പൊടി ഒന്ന് മൊരിഞ്ഞ് വരണം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം. ആ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. തിളപ്പിക്കൊന്നും വേണ്ട, ഫ്രിഡ്ജിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഈ സമയത്ത് ഇട്ട് കൊടുത്തോ. ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. നിങ്ങളതിൽ ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിൽ നിന്ന് ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു ചെറുതായിട്ടൊരു കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കണ്ട അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള എന്തെന്നാ അപ്പോൾ ഇതിൻ്റെ പേര് വിളിക്കാമെന്നറിയില്ല, സ്ക്രാമ്പിൾഡ് ക്രീമി എഗ്ഗെന്നോ അങ്ങനെ എന്തെങ്കിലും പേര് വിളിക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. Thank you.